ശ്രീ വിനോദ്, താങ്കൾ ഈ പറയുന്ന നാളത്തെ സംസ്കാര ചടങ്ങിനുള്ള പൂജാ സാമഗ്രികളൊക്കെ വാങ്ങാൻ ഉള്ള തിരക്കിലായിരുന്നു എന്ന് എനിക്കറിയാം. ആ വീടിൻ്റെ ഒരു വികാരം എന്താണ് ശ്രീ വിനോദ്? പ്രായമായ ഒരു അമ്മയും ബിന്ദു ചേച്ചിക്ക് എൻ്റെ വല്യച്ഛൻ്റെ മകളാണ്. ബിന്ദു ചേച്ചിക്ക് 2 മക്കളുമാണുള്ളത്. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി അമ്മയ്ക്കാണേലും നല്ല പ്രായമുണ്ട്. പിന്നെ ഭർത്താവിനാണേലും കൂലിപ്പണിയാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. അവർ ഇവിടുത്തെ ടൗണിലൊരു കടയിൽ സെയിൽസ് ഗേളായിട്ട് പോവുകയാണ്. തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. അതിനിടയിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ഇത് അവിടെ ഈ ബിന്ദുവിനെ കാണാനില്ല എന്ന വിവരം വീട്ടുകാർക്ക് അറിയുന്നത് എപ്പോഴാണ് ശ്രീ വിനോദ്? അവിടെ ഞാനറിയുന്ന ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചായിരുന്നു എന്നെ ഒരാള്. അപ്പോഴും നമ്മളത് കൃത്യമാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഇങ്ങനൊരു തലവലപ്പറമ്പിൽ ഒരു ബിന്ദു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇങ്ങനെ കെട്ടിടത്തിനടിയിൽ പെട്ടു എന്നിങ്ങനെ അറിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞാണ് ആളിതാന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കുടുംബത്തിന്റെ ശ്രീ വിനോദ്, അങ്ങേയറ്റം ദയനീയമായ ഒരു സാഹചര്യം. അതെ, അതും സർക്കാർ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാര്യം ആ കുടുംബത്തിന്റെ ആകെ അത്താണിയാണ്. ഈ പറയുന്ന കൂട്ടിരിക്കാനായി വന്നതാണ്. ഒരു ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ കുളിക്കാൻ പോകുമ്പോൾ കെട്ടിടം തകർന്നും മരിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ദയനീയമാണ്. ഞാൻ അങ്ങ് പൊക്കോളൂ, അങ്ങ് തിരക്കിലാണ്. എന്നിട്ട് ഞാൻ ആദ്യം താങ്കളിലേക്ക് വരണമെന്നാണ് കരുതി. താങ്കൾ തിരക്കിലായി ഇപ്പോൾ അങ്ങ് പൊക്കോളൂ.